സ്ത്രീ സുരക്ഷാ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട പ്രമേയത്തിൽ ചെർപ്പശ്ശേരി നഗരസഭാ കൗൺസിലിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും. ചർച്ചയ്ക്കിടെ വൈസ് ചെയർമാൻ പ്രതിപക്ഷ കൗൺസിലർമാരെ അപമാനിക്കുന്ന വിധം സംസാരിച്ചുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ചേർവിട്ട് ഡയസിലിറങ്ങി കയർത്ത പ്രതിപക്ഷാംഗങ്ങളും ഭരണപക്ഷാംഗങ്ങളും തമ്മിൽ പോർവിളിയും ഉന്തുംതള്ളും ഉണ്ടായി. തർക്കം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെ പോലീസ് എത്തിയാണ് സ്ഥിതി നിയന്ത്രിച്ചത്. പിന്നീട് കൗൺസിൽ ഉച്ചയ്ക്ക് ശേഷം മാറ്റിവെച്ചതായി ചെയർപേഴ്സൺ അറിയിക്കുകയായിരുന്നു. ചെർപ്പശ്ശേരി നഗരസഭയിൽ വിവിധ അജണ്ടകൾ ചർച്ച ചെയ്യാനായി ഇന്ന് രാവിലെ ചേർന്ന കൗൺസിൽ യോഗമാണ് തർക്കത്തിലും അടിപിടിയിലും കലാശിച്ചത്. അജണ്ടകൾ തുടങ്ങുന്നതിന് മുമ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട പ്രമേയം ഭരണപക്ഷ കൗൺസിലർ പി സാജിദ അവതരിപ്പിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തിയത് അത് കിട്ടിക്കൊണ്ടിരുന്ന സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ദുരിതമായിട്ടുണ്ടെന്നും മുടക്കമില്ലാതെ പെൻഷൻ വിതരണം ചെയ്യണമെന്നും കുടിശ്ശിക ഉള്ളത് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തിയെന്ന് ആരാണ് പറഞ്ഞതെന്നും ഇത് സംബന്ധിച്ച് എന്ത് ഔദ്യോഗിക അറിയിപ്പാണ് നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് സെക്രട്ടറി വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷത്തെ പി സുബീഷ് ആവശ്യപ്പെട്ടു. നഗരസഭയുടെ ഔദ്യോഗികമായ അറിയിപ്പ് എന്താണ്? ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ മറുപടി പറയുന്നത് ഒരു പ്രമേയം സെക്രട്ടറി നഗരസഭയിലേക്ക് കടന്നു വന്നപ്പോ അതിന്റെ സമയം കഴിഞ്ഞെന്നാണ് പറയുന്നത്. സെക്രട്ടറി മറുപടി പറയണം. ഇത് സംബന്ധിച്ച് ഒരറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നായിരുന്നു സെക്രട്ടറിയുടെ മറുപടി. തുടർന്ന് വൈസ് ചെയർമാൻ സംസാരിക്കുന്നതിനിടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇടതു സർക്കാരിന്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണെന്നും UDF സർക്കാരിന്റെ KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം പോലെയല്ല എന്നും നാണമുണ്ടോ ഇവർക്കെന്നുമുള്ള പരാമർശമാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത്. സമൂഹത്തിന് വളരെ ദുർബലപ്പെട്ട വിഭാഗങ്ങൾക്കാണ് ഒന്ന് പിങ്ക് കാർഡ് അല്ലേ, ഒന്ന് മഞ്ഞ കാർഡ്. ആ രണ്ട് കാർഡുള്ള ആൾക്കാരെ കണക്കാക്കി 31 ലക്ഷം പേർക്ക് കൊടുക്കണ്ടേ, 35 വയസ്സ് തൊട്ട് 60 പേർക്ക് കൊടുക്കണ്ടേ പ്രഖ്യാപിച്ചു. ചരിത്രത്തിലാദ്യമായിട്ടാണ് പ്രഖ്യാപിച്ച അന്ന് കാശ് കൊടുത്തുള്ള ഒരു സർക്കാരായിരുന്നു അത്. പ്രഖ്യാപനങ്ങൾ പലതും നടക്കുന്നുണ്ട്. ഇപ്പൊ പ്രഖ്യാപനം ഞാൻ പറഞ്ഞേക്കാം, രാഷ്ട്രീയ പൊതുയോഗമാണല്ലോ അവിടെ നടക്കുന്നത്. പ്രഖ്യാപനത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, നാളുണ്ടോ സൗജന്യ യാത്രയിൽ വൈസ് ചെയർമാൻ സഹ കൗൺസിലർമാരെ അപമാനിക്കും വിധം സംസാരിച്ചെന്നും മാപ്പ് പറയണമെന്നുമായി പ്രതിപക്ഷം. ഇരുകൂട്ടരും തമ്മിലുള്ള വാക്കുതർക്കം മൂർച്ഛിച്ചതോടെ ചേർവിട്ട് ഡയസിലേക്കിറങ്ങിയ പ്രതിപക്ഷത്തെ പി സുബീഷിനെ ഭരണപക്ഷാംഗങ്ങൾ തടഞ്ഞതോടെ ഇരുകൂട്ടരും തമ്മിൽ ഉന്തും തള്ളുമായി. തർക്കം നീണ്ടതോടെ തന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ പ്രതിപക്ഷാംഗങ്ങൾ തനിക്കെതിരെ കുരയ്ക്കുകയാണെന്ന വൈസ് ചെയർമാൻ പറഞ്ഞത് വീണ്ടും രംഗം വഷളാക്കി. ഈ ഡയസ് ചെയ്യുന്ന മര്യാദ പോലും നിങ്ങൾ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സുബീഷ് സംസാരിക്കുമ്പോൾ ഞങ്ങളെല്ലാം കേട്ടിരിക്കുന്നു, അങ്ങനെയല്ലേ? ഇസാക്ക് സംസാരിക്കുമ്പോൾ ഞങ്ങളെല്ലാം കേട്ടിരിക്കുന്നു. ഞങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ച് വരിക, അതാണ് പറഞ്ഞത്. അതൊരു മര്യാദ കേടാണ്. നിങ്ങൾ പറഞ്ഞ സ്കൂളിലല്ല ഞങ്ങൾ പഠിച്ചത്.
ഇത് കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെ പോലീസിനും വരേണ്ടി വന്നു. ഇതാദ്യമായാണ് കൗൺസിൽ ഹാളിനുള്ളിൽ നടന്ന ഒരു തർക്കം തീർക്കാൻ പോലീസ് ഇടപെടേണ്ടി വന്നത്. ചെയർപേഴ്സന്റെ നിർദ്ദേശവും പ്രതിപക്ഷാംഗങ്ങൾ നിരസിച്ചതോടെ തർക്കവും ബഹളവും നീണ്ടു. തുടർന്ന് കൗൺസിൽ ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റിവെക്കുന്നതായി ചെയർപേഴ്സൺ അറിയിക്കുകയായിരുന്നു. എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു. എന്നാൽ 100% പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ? അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ 1 സ്വാശ്രയ പോളിടെക്നിക്കായ ചെറുപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ.